ഹായ് ഫ്രണ്ട്സ്, വോയിസ് ഓഫ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൈകിട്ട് 6:35 ഈ ട്രെയിനിൽ കയറി പോന്നതാണ്. ഇത് മുരുടേശ്വരത്ത് നിന്ന് പുറപ്പെടുന്ന മുരുടേശ്വരം ബാംഗ്ലൂർ SMVT എക്സ്പ്രസ് ട്രെയിനാണ്. അങ്ങനെ പുലർച്ചെ 3:30 ഇവിടെ മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ്. മംഗലാപുരം സെൻട്രലിൽ നിന്ന് മൈസൂർ ജംഗ്ഷനിലേക്ക് സ്ലീപ്പർ ചാർജ് വരുന്നത് 235 രൂപയാണ്. ഇനി നമ്മൾക്ക് മൈസൂരിലെ കിടിലൻ കാഴ്ചകളൊക്കെ കാണണ്ടേ? അത് രാവിലെ തന്നെ പുറത്തിറങ്ങി നടക്കുമ്പോൾ നല്ല തണുപ്പാണ്. രാവിലെ ആയതുകൊണ്ടായിരിക്കാം റെയിൽവേ സ്റ്റേഷന്റെ ഈ ഭാഗമൊക്കെ ശാന്തമായിരിക്കുന്നത്, തിരക്കൊന്നുമില്ലാതെ. സമയപ്പോ 6:50 കഴിഞ്ഞതേ ഉള്ളൂ, 7 മണി ആയിട്ടില്ല. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ പിടിക്കണം, എന്നിട്ട് നേരെ ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിലേക്ക് പോകണം. അങ്ങനെ ഇതാ ഒരു ഓട്ടോ കിട്ടി, ഇനി അതിൽ കയറി പോവാം. ഇതാ ഇവിടെ ഹോട്ടലൊക്കെ കാണുന്നുണ്ട്, നമുക്ക് നേരെ ട്രാവൽസിലേക്ക് പോവാം. അങ്ങനെ ഇതാ ഇവിടെ മൈസൂർ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ചേർന്നു, ബുക്ക് ചെയ്തു. ഇനി ഒരു ചായ കഴിച്ചിട്ടാവാം. ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം ഈ ഹോട്ടലിൽ നിന്നാണ്. ഇതാണ് മൈസൂർ സ്പെഷ്യൽ മസാല ദോശ, ചട്നി. പിന്നെ ഇതാ ചായയും വന്നു. ചായ കുടിച്ച് പുറത്ത് വന്നപ്പോൾ ഇതാ കണ്ടില്ലേ, വറുത്ത കടല. ഇതാ മറ്റൊരു രസകരമായ കാഴ്ച കണ്ടില്ലേ, റോഡരികിൽ വെച്ച് തന്നെ പശുവിന്റെ പാൽ കറന്നെടുക്കുന്നത്. ഹായ്, നല്ല ശുദ്ധമായ പശുവിൻ പാൽ. മൈസൂരിലെ കാഴ്ചകൾ കാണുന്നതിനായി ട്രാവൽ ഏജൻസിക്കാർ നമുക്ക് ഏർപ്പെടുത്തിയ വണ്ടിയാണ് ഈ കാണുന്നത്. സ്വരാജ് മസ്ദ കമ്പനിയുടെ വണ്ടിയാണിത്. അങ്ങനെ വണ്ടിയിൽ കയറി, നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറാണിത്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഈ ട്രാവൽ പാക്കേജിൽ നമുക്ക് അനുവദിച്ച സമയം രാവിലെ 9 മണി മുതൽ രാത്രി 8:30 മണി വരെയാണ്. ഇങ്ങനെ ട്രാവൽ ഏജൻസിയിൽ പോയി നേരത്തെ ബുക്ക് ചെയ്താൽ കുറേയേറെ സ്ഥലങ്ങൾ കുറഞ്ഞ ചിലവിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒരാൾക്ക് 400 രൂപയാണ് ചാർജ് വരുന്നത്. ഇതവിടെ വളരെ വീതി കൂടിയ റോഡുകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളിതാ ഇവിടെ ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പിന്നെ നേരെ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് നേരെ പോയാൽ സിറ്റി ബസ് സ്റ്റാൻഡ്, KR സർക്കിൾ, പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തും.
നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് ആർട്ട് ഗാലറി എന്നറിയപ്പെടുന്ന ജഗ്മോഹൻ പാലസിലേക്കാണ്. ഇതാണ് ജഗൻമോഹൻ പാലസ് ആർട്ട് ഗാലറി. മൈസൂർ ടൗണിൽ നിന്ന് ആർട്ട് ഗാലറിയിലേക്ക് ഏകദേശം 3.1 കിലോമീറ്റർ ദൂരമാണുള്ളത്. പ്രവേശന സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെയാണ്. ടിക്കറ്റ് കൗണ്ടറാണിത്. കുട്ടികൾക്ക് 30 രൂപയും മുതിർന്നവർക്ക് 60 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ആർട്ട് ഗാലറിക്കുള്ളിൽ ക്യാമറ അലൗഡ് അല്ലാത്തതിനാൽ അവിടുത്തെ കാഴ്ചകളൊന്നും നമുക്കിവിടെ കാണിക്കാൻ കഴിഞ്ഞില്ല. ആർട്ട് ഗാലറിയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കാവേരി സിൽക്ക് എംപോറിയത്തിലേക്കാണ്. ഇതാ നമ്മളിപ്പോൾ മൈസൂർ പാലസ് റോഡിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി കാവേരി സിൽക്ക് എംപോറിയത്തിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് മൈസൂർ പാലസിലെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. പാലസിന്റെ പ്രധാന പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കാവേരി സിൽക്ക് എംപോറിയത്തിനടുത്തെത്തിയിരിക്കുന്നു. ഇനി ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതകത്ത് നല്ല തിരക്കാണെന്ന് തോന്നുന്നുണ്ട്. സിൽക്ക് തുണികളുടെ വലിയ കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. പല വർണ്ണങ്ങളിലുള്ള ഡ്രസ് മെറ്റീരിയൽസ് അടുക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഡ്രസ് മെറ്റീരിയൽസിന് പുറമെ ഇവിടെ കൗതുകകരമായ മറ്റു പല കാഴ്ചകളുമുണ്ട്. ഇതാ കണ്ടില്ലേ? മനോഹരമായ വിഗ്രഹങ്ങൾ, അത്ഭുതകരമായ പെയിന്റിങ്സുകൾ, പിന്നെ ഇതാ ആനക്കൊമ്പ്, കണ്ടില്ലേ? മനോഹരമായ പെയിന്റിങ്സ് കണ്ടില്ലേ? ഓട്ടുപാത്രങ്ങള്, വിളക്കുകള്, അങ്ങനെ പലതും. ഇതവിടെ വുഡൻ വർക്കുകൾ കണ്ടില്ലേ? എന്തൊരു ഭംഗിയാ! ഇതാ കൃഷ്ണൻ രാധയും ഒന്നിച്ചിരിക്കുന്ന മനോഹരമായ പെയിന്റിംഗ് കണ്ടില്ലേ? ഇവിടെ മരത്തടിയിൽ തീർത്ത് പോളിഷ് ചെയ്തെടുത്ത പല പല രൂപങ്ങൾ കണ്ടില്ലേ? ഇതാ ബ്രോൺസിൽ തീർത്ത പഴയ രൂപങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ പിന്നെ പോളിഷ് ചെയ്ത് വെച്ചതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇതാ നടരാജ പ്രതിമകൾ.
ഇതാ പാർത്ഥസാരഥി പ്രതിമ. മയിലിന്റെ രൂപങ്ങൾ. ഇതാ കൃഷ്ണരൂപം, അതുപോലെ വേറെ രൂപങ്ങളുണ്ട്. ഇവയെല്ലാം മരത്തടിയിൽ തീർത്ത രൂപങ്ങളാണ്. മരത്തടിയിൽ തീർത്ത് പോളിഷ് ചെയ്തെടുത്ത പലവിധ രൂപങ്ങളുണ്ട് ഇവിടെ. ഓ, ഇതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാ. എന്തൊരു ഭംഗിയുള്ള പെയിന്റിംഗ് വർക്കുകൾ. ഇവ രണ്ടുപേരും നമ്മുടെ കൂടെയുള്ള പയ്യന്മാരാ. ഈ കോണിപ്പടികൾ കയറി നമ്മൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി താഴോട്ട് ഇറങ്ങുകയാണ്. മരത്തിൽ തീർത്ത മനോഹരമായ ഗണപതി രൂപം കണ്ടില്ലേ? അങ്ങനെ നമ്മൾ കാവേരി സിൽക്ക് എംപോറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇനി നമ്മുടെ വണ്ടിയിൽ കയറി യാത്ര തുടരാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ പ്രശസ്തമായ മൈസൂർ പാലസിലേക്കാണ്. മൈസൂർ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ് മൈസൂർ കൊട്ടാരത്തിലേക്കുള്ളത്. അങ്ങനെ നമ്മളിതാ മൈസൂർ പാലസിന്റെ പ്രവേശന കവാടത്തിനടുത്ത് തിരികെയാണ്. നമ്മുടെ വണ്ടി ഇതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഈ പ്രവേശന കവാടം കടന്നു ചെന്നെത്തുന്നത് മനോഹരവും അതിവിശാലവുമായ പച്ചവിരിച്ച കൊട്ടാരമുറ്റത്തേക്കാണ്. കൊട്ടാരത്തിനുള്ളിലേക്കുള്ള ഈ എൻട്രൻസ് കടന്നാൽ വിശാലമായ ഒരു ഹാളിലെത്തുന്നു. വോഡയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജവംശത്തിന്റെ ആസ്ഥാനവുമാണ് ഈ കൊട്ടാരം. 14-ാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം ആദ്യമായി നിർമ്മിക്കപ്പെട്ടത്. അതിനുശേഷം പലപ്പോഴായി നവീകരണം നടത്തി. 1912-ലാണ് ഈ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയായത്. ആനയുടെ തലയാണ് ഇവിടെ കേടുവരാതെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചെന്നെത്തുന്ന ഈ ഭാഗത്തുകൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ദാ ഈ കാണുന്ന ഹാളിൽ വെച്ചാണ് രാജകുടുംബത്തിന്റെ വിവാഹം, ജന്മദിന ആഘോഷങ്ങൾ, മറ്റു പ്രധാന ആഘോഷങ്ങൾ എല്ലാം നടത്തിയിരുന്നത്. 8 വശങ്ങളോടുകൂടി അതിമനോഹരമായി നിർമ്മിച്ചതാണിത്. തൊട്ടടുത്തായി കാണുന്ന ഈ മുറിയിൽ മൈസൂർ ഭരിച്ച രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മറ്റു പ്രശസ്തരായ വ്യക്തികളുടെയും ചിത്രങ്ങളാണ്. പ്രശസ്തരായ ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണിവ. ഈ കൊട്ടാരത്തിൽ പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ 2 ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. രവിവർമ്മയുടെ ചിത്രങ്ങളിലൊന്നായ കൃഷ്ണരാജ വോഡയാർ 4-ാമന്റെ കുട്ടിക്കാലത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണിത്. രവിവർമ്മയുടെ ചിത്രങ്ങൾ കൂടാതെ സിദ്ധലിംഗസ്വാമി, എ വെങ്കിടപ്പ എന്നിവരുടെ ഒട്ടനേകം പെയിന്റിങ്സ് ഇവിടെ നമുക്ക് കാണാം. മൈസൂർ രാജാക്കന്മാർക്ക് മറ്റുള്ളവർ സമ്മാനങ്ങൾ, ക്ഷണക്കത്തുകൾ എന്നിവ നൽകിയിരുന്നത് ഇത്തരത്തിലുള്ള മനോഹരമായ ചന്ദനത്തടിയിൽ തീർത്ത പെട്ടികളിലായിരുന്നു. വോഡയാർ രാജാക്കന്മാർ ഗുസ്തി മത്സരത്തിൽ തൽപരരായിരുന്നു. ദാ ഇവിടെ ഈ കൊട്ടാരത്തിനകത്തെ മുറ്റത്ത് വെച്ചാണ് ദസറ ആഘോഷത്തിന്റെ ഭാഗമായി
ഗുസ്തി മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നത്. രണ്ടാളുകൾ തമ്മിലുള്ള ഗുസ്തി മത്സരത്തിന്റെ അവസാനം രണ്ടിൽ ഒരാളുടെ മരണമായിരുന്നു. ഇതാ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഗോവണിയും കാണുന്നില്ലേ? കാണാൻ ഇനി ഇവിടെ ഒത്തിരി ഉണ്ടല്ലോ. ഇതാ ഈ കണ്ണാടിയും അതുപോലെ ഇതാ ഇവിടെ കാണുന്ന ഈ ഇരിപ്പിടങ്ങളും മൈസൂർ രാജ്ഞിമാർ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ ഉപയോഗിച്ചിരുന്നവയാണ്. ഇതാ ഇനി ഈ ഡോർ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോവാം. കൊട്ടാരമുറ്റത്ത് കാണുന്ന ഈ പീരങ്കികൾ ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണിവ. അങ്ങനെ 1799 ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ വധിക്കുകയും തുടർന്ന് മൈസൂർ തിരിച്ചുപിടിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുമായി അടുപ്പം സ്ഥാപിച്ച രാജവംശമായിരുന്നു ഈ വോഡയാർ രാജവംശം. ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ധാരാളം സാധനങ്ങളും ഈ പീരങ്കികളും വോഡയാർ രാജാക്കന്മാർക്ക് സമ്മാനമായി നൽകി. ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഈ അമ്പാരിയിൽ ആദ്യകാലത്ത് ദസറാഘോഷ വേളകളിൽ രാജാവും അരികെ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും ചേർന്നിരുന്ന് നഗരപ്രദക്ഷിണം നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അമ്പാരിയിൽ ചാമുണ്ടേശ്വരിയുടെ പ്രതിമയും വെച്ചുകൊണ്ടാണ് നഗരപ്രദക്ഷിണം നടത്തുന്നത്. സ്വർണത്തിൽ തീർത്ത 750 കിലോഗ്രാം ഭാരമുള്ളതാണിത്. കൃഷ്ണരാജ വോഡയാർ നാലാമന്റെ മനോഹരമായ പ്രതിമയാണ് ഈ കാണുന്നത്. ഈ സീലിംഗ് വർക്കുകളൊക്കെ എന്തൊരു ഭംഗിയാണ്. ഇതാ ഇവിടെ ഈ കാണുന്നത് കണ്ടില്ലേ, ദസറ ഹാളാണിത്. പെയിന്റിംഗ് വർക്കുകളും പില്ലറുകളും എത്ര മനോഹരമാണ്. ഈ വിഷ്വൽ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് നീങ്ങിയാൽ എത്തുന്നത് പബ്ലിക് ദർബാർ ഹാളിലേക്കാണ്. സീലിംഗിന്റെ ആ ഒരു ഭംഗി കണ്ടില്ലേ? പൊതു പരിപാടികളും പൊതു ചടങ്ങുകളും മറ്റും നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ പ്രധാന പ്രവേശന കവാടം കാണാം. രാത്രിയിൽ 1,00,000 ബൾബുകൾ ഒന്നിച്ച് പ്രകാശിച്ച് 172 വ്യത്യസ്ത വർണ്ണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന കൊട്ടാരം കാണുന്നത് വിസ്മയകരമായ ഒരു കാഴ്ച തന്നെയാണ്. നിരവധി അമൂല്യ വസ്തുക്കൾ കൊട്ടാരത്തിനകത്തുണ്ട്. ഇനി നേരെ അടുത്ത ഹാളിലേക്ക് പോകാം. ഇതാ ഇവിടെ കാണുന്നതാണ് പ്രൈവറ്റ് ദർബാർ ഹാൾ. രാജാവ് തന്റെ മന്ത്രിമാരും മറ്റു വിശിഷ്ട വ്യക്തികളുമായി മീറ്റിംഗും മറ്റും നടത്തിയിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. സ്വർണ്ണവർണ്ണ നിറവും പില്ലറിലെ പെയിന്റിംഗ് വർക്കുകളും അടിപൊളി കാഴ്ച തന്നെ. മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി താഴോട്ടിറങ്ങാം.
രാജാക്കന്മാരുടെ ചിത്രങ്ങൾ, രാജകീയ വേഷങ്ങൾ, കൊട്ടാരത്തിന് ചുറ്റും പൂന്തോട്ടം, മാർബിൾ മിനാരങ്ങൾ, 7 വലിയ ആർച്ചുകൾ, മധ്യത്തിൽ ഗജലക്ഷ്മിയുടെ പ്രതിമ, ദർബാർ ഹാളുകൾ, അംബ വിലാസ് ഹാൾ, ജുവൽ പവലിയൻ, കല്യാണ മണ്ഡപം. അങ്ങനെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉത്സവാഘോഷവേളകളിൽ ഗജവീരന്മാരെ അണിയിച്ചൊരുക്കുന്നതിനുള്ള നെറ്റിപ്പട്ടങ്ങളും അതുപോലെ വെഞ്ചാമരങ്ങളും മറ്റുമാണ് ഇവിടെ ഈ സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ മൈസൂർ പാലസിലെ വിസ്മയകരമായ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഈ കൊട്ടാരക്കെട്ടിനകത്തായി ക്ഷേത്രങ്ങളും നമുക്ക് കാണാൻ പറ്റും. ശ്രീ പ്രസന്ന കൃഷ്ണസ്വാമി ടെമ്പിൾ. ഇതവിടെ മറ്റൊരു ക്ഷേത്രം കൂടി കാണാം. ശ്രീ ലക്ഷ്മണ രാമണ സ്വാമി ടെമ്പിൾ. ഇതൊരു പഴയ ക്ഷേത്രമാണ്. ഇവിടെ പുറത്ത് ഈ ഭാഗത്തായി ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മൈസൂരിലെ തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനലിൻ്റെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ അതിൽ കയറി നമ്മളോടൊപ്പം ചേരുക. ബൈ, താങ്ക് യു.